ഇപ്പോൾ ഇന്ത്യ മാതിരത്തെ ഒരു കൺട്രിയിൽ വെൻ വി ആർ സ്റ്റേയിങ് ഇതേമാതിരി ലേബറിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ ബൈ യൂസിങ് എ ടെക്നോളജി ഇറ്റ്സ് എ വെരി ബാഡ് കമ്പാരിറ്റീവ്ലി എ ബാഡ് തിങ് റൈറ്റ്. ഞങ്ങൾക്ക് റോബോട്ടിക്സിനോടുള്ള ഒരു ഇഷ്ടം വരുന്നത് പല ഹോളിവുഡ് സിനിമയിൽ നിന്നാണ്. അതായത് അതിലൊരു ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അയൺ മാൻ. I am really jealous about Elon Musk, to be frank. We love robotics in AI. We want to use it somewhere. നമ്മൾ ഇതിൽ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നു, ആളുകൾ ഇങ്ങനെ പ്രശ്നമാക്കുന്നു, ഇതൊക്കെ ഭയങ്കര പ്രോബ്ലം ആക്കി മാറ്റുമ്പോൾ ഇത് നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതും കൂടി നമ്മൾ തിങ്ക് ചെയ്യണം. ഒരാളിറങ്ങിയിട്ട് എന്തൊക്കെയാണോ മാൻഹോളിൽ ചെയ്യുന്നത് അതിന് മൊത്തം ഓട്ടോമേറ്റ് ചെയ്തു. അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് വോസ്റ്റർ ദാൻ മാനുവൽ സ്കാവഞ്ചിങ്. അയൺമാൻ എന്നുള്ള സിനിമയിൽ ഞങ്ങൾ കണ്ടത് എന്താ വെച്ചെങ്കിൽ by integrating with the technology, human can be superhumans, right? Elon is also thinking, and he is already stated as well, this industry is going to be the biggest of all. Even the Tesla car industry also, this will be the thing. I also believe that. And even this humanoid industry will be bigger than any type of industry or market that we are already seeing. Kerala Startup Mission ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജെൻ റോബോട്ടിക്സ് വിൽ നോട്ട് ബി ദെയർ. TMJ സ്പാർക്കപ്പ് സീരീസിൽ തിരുവനന്തപുരത്തുള്ള ജെൻ റോബോട്ടിക്സ് ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കോ-ഫൗണ്ടറും CEO ആയിട്ടുള്ള വിമൽ ഗോവിന്ദാണെന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. ജെൻ റോബോട്ടിക്സിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ നമ്മൾ ആദ്യം കാണുന്ന ഒരു ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമിങ് അൺസേഫ് വർക്ക് എൻവയൺമെൻറ്റ്സ് ത്രൂ റോബോട്ടിക്സ് ആൻഡ് AI എന്നുള്ളതാണ്. ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ആശയത്തിനുള്ള പൊട്ടൻഷ്യൽ എങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത്? ആക്ച്വലി ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സാണ്. അതായത് ഇന്ത്യ മാതിരത്തെ ഒരു കൺട്രിയിൽ വി ഹാവ് എ ലോട്ട് ഓഫ് ലേബർ. റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് അല്ലേ. ഹ്യൂമൻസ് ചെയ്യുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളും ബോറിംഗ് ആയിട്ടുള്ള ടാസ്കുകളും കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനാണ് റോബോട്ടിക്സ് എന്നുള്ള ഒരു ടെക്നോളജി ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. അപ്പോൾ ഇന്ത്യ മാതിരത്തെ ഒരു കൺട്രിയിൽ വെൻ വി ആർ സ്റ്റേയിങ് ഇതേമാതിരി ലേബറിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ ബൈ യൂസിങ് എ ടെക്നോളജി ഇറ്റ്സ് എ വെരി ബാഡ് കമ്പാരിറ്റീവ്ലി ബാഡ് തിങ് റൈറ്റ്. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഓൾസോ because we are getting comparatively cheaper labor than any technology oriented whatever productivity we are bringing. It's a very competitive landscape. അപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ബിക്കോസ് വി റിയലി വാണ്ട് ടു വർക്ക് ഇൻ റോബോട്ടിക്സ് ഇൻ AI ആൻഡ് ഹൗ ടു പ്ലഗ് ദിസ് റോബോട്ടിക്സ് ഇൻ AI ഇൻ ടു ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രിക്കി ക്വസ്റ്റ്യൻ. ആൻഡ് വി ഫൈൻഡ് ഇറ്റ് ഇസ് if we are doing it in India it should be used for the places where people should not work. Right. അങ്ങനെയാണ് ആ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ആൻഡ് വി ഫൈൻഡ് ദാറ്റ് ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ദാറ്റ് ഡൊമൈൻ ഇറ്റ് സെൽഫ്, വെർ പീപ്പിൾസ് ലൈഫ് ആർ ഇൻ ഡേഞ്ചർ, വെൻ പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ എ ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു അവർ വർക്ക് ചെയ്യാൻ പാടാത്ത ഒരു എൻവയോൺമെന്റ്. ഫോർ എക്സാമ്പിൾ സാനിറ്റേഷൻ, സീവേജ് ആൻഡ് ആൾ ദാറ്റ്, പീപ്പിൾ ഷുഡ് നോട്ട് വർക്ക് ഇൻ ദാറ്റ് എൻവയോൺമെന്റ് റൈറ്റ്. സോ സച്ച് കൈൻഡ് ഓഫ് ഏരിയ ഹൗ ടു plug this robotics in AI, that was our thought process, and that's why we get into that opportunity and we find it's quite an exciting opportunity. Right. ജെൻ റോബോട്ടിക്സിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ജനറേഷൻ 2 എന്നുള്ള ഒരു അയൺ മാൻ പ്രോട്ടോടൈപ്പ് പോലെ ഒരു സാധനം. അപ്പോൾ പോപ്പ് കൾച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്നുള്ളതും നമുക്ക് അതിൽ തന്നെ ഈസിലി ഐഡൻറ്റിഫയബിൾ ആണ്. എന്താണ് ആ പ്രൊജക്റ്റിൻ്റെ ഒരു നാൾ വഴികളൊക്കെ? ആക്ച്വലി ദാറ്റ്സ് ഹൗ ഞങ്ങൾക്ക് റോബോട്ടിക്സിനോടുള്ള ഒരു ഇഷ്ടം വരുന്നത് പല ഹോളിവുഡ് സിനിമയിൽ നിന്നാണ്. അതായത് അതിലൊരു ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അയൺ മാൻ എന്നുള്ള സിനിമ. അയൺ മാൻ എന്നുള്ള സിനിമയിൽ ഞങ്ങൾ കണ്ടത് എന്താ വെച്ചെങ്കിൽ by integrating with the technology, human can be superhumans, right? And we, in that time, when we are young, comparatively younger than this time, we find it's really exciting, and that is where we can integrate technology with the human life and have an exciting life. That was our thought process. And അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വി ഡിഡ് ജനറേഷൻ 1, ജനറേഷൻ 2, ദാറ്റ്സ് വാട്ട് യു സീൻ. ദോസ് ആർ എക്സോസ്കെലട്ടൺ ലൈക്ക് അയൺ മാൻ ഷൂട്ട്, where a person can wear it and he can lift heavy loads and all without having any എന്താ ഒരാളുടെ മേലേക്ക് ഒരു വെയിറ്റും വരാതെ ഒരു എഫേർട്ടും വരാതെ he can handle heavy weights. അങ്ങനെയാണ് ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ജനറേഷൻ 2 എന്ന് പറഞ്ഞ ആ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തപ്പോൾ ദാറ്റ് ഈസ് സംതിങ് വി ഡിഡ് എക്സ്ട്രാ. ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഞങ്ങൾ ചെയ്തൊരു പ്രൊജക്റ്റാണത്. ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ലേൺ ചെയ്തു. ഈ ലേണിംഗ് ആണ് ആക്ച്വലി ഞങ്ങളെ ഒരു കമ്പനിയിലേക്ക് നയിക്കുന്നത്. ജനറേഷൻ 2 എന്നുള്ള ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അക്വയർ ചെയ്ത നോളജാണ്. ദെൻ വി അണ്ടർസ്റ്റുഡ് വി ക്യാൻ acquire knowledge like this, we can solve many problems like this, and that confidence came. And also ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു understanding, practical experience and all that is happened to be from that. So I would say our journey started from G2.
ടെക്നോളജി, വി ക്യാൻ യൂസ് ടെക്നോളജി സോ ദാറ്റ് ഹ്യൂമൻസ് ക്യാൻ ബിക്കെയിം സൂപ്പർ ഹ്യൂമൻസ് അല്ലെങ്കിൽ സൂപ്പർ പവർ, അങ്ങനെയൊക്കെ ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇത്തരത്തിൽ കുറേ ആശയങ്ങളുള്ള ഒരാളും കൂടെയാണ് നമ്മുടെ ഇലോൺ മസ്ക്. ഇലോൺ മസ്കിൻ്റെ ഫാനാണ് വിമൽ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഇലോൺ മസ്കിൻ്റെ പ്രൊജക്റ്റുകളിലൊന്നാണ് ഈ ന്യൂറാലിങ്ക്, ബ്രെയിൻ ചിപ്സ് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൂപ്പർ ഇന്നോവേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു ടെക്നോളജിയൊക്കെ വരുന്നതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? I am really jealous about Elon Musk, to be frank, because he somehow built a career where he is able to get resources, right, to do such kind of things. And as a person, I also want to do such kind of things. But unfortunately, I'm not having that much resources. So the point is that I have a lot of likes and dislikes about him. But some of the likes I would say. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചെങ്കിൽ, ഒന്ന് ടെക്നോളജിനോടുള്ള പാഷൻ, ഹീ ഈസ് ജസ്റ്റ് ഇൻസ്പയറിങ് എ ലോട്ട് ഓഫ് പീപ്പിൾ എലോങ് വിത്ത് ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് എവറിത്തിങ്. ആൻഡ് പണ്ടൊക്കെ നമ്മൾ ഗവൺമെന്റ് മാത്രം ചെയ്യുമെന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, നോട്ട് ഇൻ എ പ്യുവർ ബിസിനസ് മോട്ടീവ്. ബിക്കോസ് അതിനുള്ള റീസൺ ബിസിനസ് മോട്ടീവ്സ് ഇല്ല എന്നല്ല. ഇപ്പോൾ സ്പേസിൻ്റെ എക്സ്പ്ലോറേഷൻ തന്നെ, ഈവൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ഇറ്റ് ഈവൻ ദ ടൈം വെർ വി ആർ ബിക്കം ഇൻഡിപെൻഡൻറ്റ്, റൈറ്റ്? ആ ഒരു ടൈമിൽ നമ്മുടെ കൺട്രിക്ക്, ഈവൻ ദോ വി ഹാവ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്, വി സ്റ്റിൽ പുട്ട് അവർ റിസോഴ്സസ് ആൻഡ് മണി ഇൻ ടു സ്പേസ് എക്സ്പ്ലോറേഷൻ. അവിടെയൊക്കെയുള്ള ലീഡർഷിപ്പ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ, ദിസ് മെ നോട്ട് ബി മേക്ക് സെൻസ് അറ്റ് ദ മൊമെന്റ്, ബട്ട് ഇറ്റ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് സെൻസ് ഇൻ ദ ഫ്യൂച്ചർ. സോ ഇറ്റ്സ് എ ഇൻവെസ്റ്റ്മെന്റ് ടു ദ ഫ്യൂച്ചർ. ആൻഡ് ഇപ്പോൾ സ്പേസിൻ്റെ സംഭവം പറയുമ്പോൾ ഇറ്റ്സ് ആൾമോസ്റ്റ് പ്രൈവറ്റൈസ്ഡ്, റൈറ്റ്? എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ ദാറ്റ് സെഗ്മെന്റ്. സോ ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗവൺമെന്റ് ഇനീഷ്യലി ടേക്ക് ചെയ്യുന്ന ലോങ് ടൈം ആയിട്ടുള്ള വിഷൻസ് ഒക്കെയാണ് Elon Musk is taking into in a smaller, privatized model. Right. And that is really inspiring. And I feel he is one of the great minds which is helping human minds to think in a very greater terms. ആ ലെവലിക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നും അതിനെ പോസിബിൾ ആക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് ഹിം. ആൻഡ് ഈസ് എ റിയലി എന്താ പറയുക, ഇൻസ്പയറിങ് പേഴ്സൺ. ജെൻ റോബോട്ടിക്സിൻ്റെ ഏറ്റവും ആൾക്കാരുടെ ഇടയിലൊക്കെ വലിയൊരു ചർച്ചാ വിഷയമായിട്ടുള്ള, വിമൽ നേരത്തെ പറഞ്ഞ ഈ സാനിറ്റേഷൻ വർക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ബാൻഡിക്കോട്ട് എന്നുള്ള റോബോട്ട്, അപ്പോൾ അതൊരു ഗെയിം ചേഞ്ചറായിട്ട് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? ആക്ച്വലി നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ വിഷൻ റോബോട്ടിക്സിനെ അതിനെ ആക്ച്വലി റിക്വയർഡ് ആയിട്ടുള്ള, ഹ്യൂമൻസിന് റിക്വയർഡ് ആയിട്ടുള്ള ചില സോഷ്യൽ ആസ്പെക്ട്സിലേക്ക് പ്ലഗ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ഒറിജിനൽ ഐഡിയ. ബിക്കോസ് വി ലവ് റോബോട്ടിക്സിനെ, വി വാണ്ട് ടു യൂസ് ഇറ്റ് സംവെയർ, ആൻഡ് ദാറ്റ് ഷുഡ് നോട്ട് ക്രിയേറ്റ് എനി കൈൻഡ് ഓഫ് ട്രബിൾ ടു ദ സൊസൈറ്റി ആൻഡ് പീപ്പിൾ ആൻഡ് ഈവൻ ഫോർ അസ് എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ അതിനെ തിങ്ക് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത്, വെർ എവർ ഹ്യൂമൻ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ, വി ഷുഡ് പുട്ട് ഇറ്റ് ദെയർ ടു സേഫ് ഗാർഡ് ദ ലൈഫ് ആൻഡ് ഇംപ്രൂവ് ദ ലൈഫ്. ദാറ്റ്സ് ഹൗ ദ ഐഡിയ കെയിം. But initially we were trying to do it in the area of disability. Disability എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് വയ്യ. റൈറ്റ്. ഇപ്പോൾ അയൺമാൻ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിനെ സൂപ്പർ ഹ്യൂമൻ ബീങ് ആക്കുന്ന ഒരു ടെക്നോളജിയാണ്. പക്ഷേ നോർമൽ അല്ലാത്ത ഡിസേബിൾഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്ങിനെ ഏബിൾ ആക്കുന്ന ഒരു കൺസെപ്റ്റ് കൂടിയുണ്ട്. വി ക്യാൻ യൂസ് ടെക്നോളജി ഫോർ ദാറ്റ് ഓൾസോ, റൈറ്റ്? അതാണ് ഞങ്ങൾ ഇനീഷ്യലി തിങ്ക് ചെയ്തൊരു കൺസെപ്റ്റ്. ഇപ്പോൾ G2 എന്നുള്ള ടെക്നോളജി, ഇറ്റ് വിൽ നോട്ട് ഫ്ലൈ ഓർ എനിത്തിങ് ലൈക്ക് അയൺമാൻ, ബട്ട് ദർ ഇസ് എ പൊട്ടൻഷ്യൽ വെയർ ഇഫ് ഇറ്റ് ക്യാൻ ബി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ ഡിസേബിൾഡ് പീപ്പിൾ, വി ക്യാൻ ക്രിയേറ്റ് ദം, അവർക്ക് നമുക്ക് എബിലിറ്റി കൊടുക്കാൻ പറ്റും. വി ക്യാൻ മേക്ക് ദം ഏബിൾ ടു വാക്ക് അഗെയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അഗെയിൻ അതിലിപ്പോൾ ഞങ്ങളൊരു 100% എത്തി എന്ന് പറയുന്നില്ല, ഒരു കംപ്ലീറ്റ് എക്സോസ്കെൽട്ടൺ മോഡൽ, ബട്ട് വി ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഹാവിങ് പൊട്ടൻഷ്യൽ ഫോർ റീഹാബിലിറ്റേഷൻ. അപ്പോൾ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ഡൊമൈൻ ഉണ്ട്. ആ ഡൊമൈനിൽ ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്നുള്ള ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ, ഗേറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞുള്ള കൺസെപ്റ്റ് ഉണ്ട്. വാക്കിങ്ങിന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുക. ഇത് ഫിസിക്കലിയാണ് ഇപ്പോൾ ചെയ്യുന്നത്, ബട്ട് ഇറ്റ് ക്യാൻ ബി ഓട്ടോമേറ്റഡ് ബൈ യൂസിങ് എക്സോസ്കെൽട്ടൺ. സോ ദാറ്റ് ഈസ് സംതിങ് വി വർ എക്സ്പ്ലോറിങ് ദാറ്റ് ടൈം. ബട്ട് ആ ഒരു ടൈമിലാണ് സഡൻലി ഐ വുഡ് നോട്ട് സേ ഇറ്റ്സ് എ പ്ലാൻഡ് തിങ്, ഇറ്റ് ഈസ് എ അൺപ്ലാൻഡ് തിങ് വെർ വി സീൻ എൻ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് ഇൻ കാലിക്കറ്റ് region where 3 people had died, including one auto rickshaw driver, a civilian who tried to help the sanitation workers who are entered into a manhole for cleaning it. അപ്പോൾ ഇതൊരു ന്യൂസായി. ആൻഡ് ദെൻ ലേറ്റർ സബ്സിക്വൻ്റ്ലി another news came where in Trivandrum a person is in a manhole, his head is only out and he is in a completely submerged in a waste waterൽ സബ്മർജ് ചെയ്ത് നിൽക്കുന്ന ആൾ. അപ്പോൾ ഇത് അഗെയിൻ ക്വസ്റ്റ്യൻ ആണ് മീഡിയ ചോദിക്കുന്നത്. ദാറ്റ്സ് വെയർ മീഡിയാസ് റോൾ, വെയർ മീഡിയ ഹാസ് ടു മേക്ക് തിങ്സ് അവെയർ ഇൻ സൊസൈറ്റി. സോ ദെൻ ദ പൊളിറ്റിക് ക്യാൻ ടേക്ക് ആക്ഷൻസ്. അപ്പോൾ ഇത് അവെയർ ആയപ്പോൾ പൊളിറ്റിക്കൽ അന്നത്തെ റൂളിംഗ് ആയിട്ടുള്ള നമ്മുടെ ഹോണറബിൾ CM, he asked, why is this happening? ഇത് എന്തുകൊണ്ട് നടക്കുന്നത്? Even though it is illegal. It is illegal in India from 1993 onwards, and 2013 they even modified the rules of manual scavenging, against manual scavenging. People should not do that. That is the rules and regulations. Now it's more stricter. We are very happy. It's more stricter. The frequency is reduced a lot.
അപ്പോൾ ഇങ്ങനൊരു ഇതുണ്ടായിട്ട് എന്തുകൊണ്ട് ആളുകൾ ഇറങ്ങുന്നു, വൈ പീപ്പിൾ ആർ ഹാവിങ് ദിസ് ഇഷ്യൂ എന്നുള്ള ക്വസ്റ്റ്യൻസുകളായി പോയി തുടങ്ങി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇടയിലൊക്കെ. ബട്ട് വെൻ വി സീ ദിസ് ന്യൂസ്, ഞങ്ങൾ ആ ന്യൂസ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമ്മളിപ്പോൾ മാസിലേക്ക്, ഇപ്പോൾ എലൺ മസ്ക് ഒക്കെ എന്ത് ചെയ്യുന്നു, ഹീ ഈസ് ആക്ച്വലി സെൻഡിങ് മിഷൻസ് ടു ഔട്ട്സൈഡ് സ്പേസ്, റൈറ്റ്, ആൻഡ് കൺട്രോളിങ് ഇറ്റ് ഫ്രം ഹിയർ. ഒരു 6 മീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ ഇൻ ടു ദ മാൻ ഹോൾ, വൈ വി ഡോണ്ട് ഹാവ് എ മെഷീൻ, വൈ വി ഹാവ് ടു സെൻഡ് പീപ്പിൾ ഇൻ ടു ദിസ് ഇൻഹ്യൂമൻ കണ്ടീഷൻ. ഇതൊരു ടെക്നോളജി പ്രോബ്ലമാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഇപ്പോൾ ഞങ്ങൾ മെഡിക്കലിൽ അച്ചീവ് ചെയ്യാൻ നോക്കുന്ന ഡ്രീം, ഇറ്റ്സ് എ വെരി ലോങ് ഡ്രീം. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട് ടു ക്രിയേറ്റ് എ പ്രൊഡക്റ്റ് ഓവർ ദെയർ. So we find this problem is something we could have easily solved, considering the technology capability that we acquired. ഞങ്ങൾ ഉണ്ടാക്കിയ ടെക്നോളജി ക്യാപ്പബിലിറ്റി കുറച്ചുകൂടി പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഡെവലപ്പ് വൺ ആൻഡ് ഷോ ദിസ് ക്യാൻ ബി സോൾഡ്, ദെൻ മേ ബി ഇറ്റ് വിൽ സ്റ്റാർട്ട് റിപ്ലിക്കേറ്റ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ തയ്യാറായി. ആൻഡ് മാൻഹോളിൽ ഞങ്ങൾ ചെയ്ത ഒരു കൺസെപ്റ്റ് ബെൻഡിക്കോട്ട് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ഗെയിം ചേഞ്ചിങ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, റോബോട്ടിക്സ് till that point of time, robotics has been only used for, very standard, AC air conditioned environment and all. Now people are trying to take it out from this, well set ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് ആളുകൾ പുറത്ത് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ ടൈം വരെ റോബോട്ടിക്സ് ഈ വാട്ടർ കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റിലും, ഈവൻ ഐ വോണ്ട് സേ ജസ്റ്റ് വാട്ടറിൽ പിന്നെ ഒരുപാട് ടെക്നോളജി ഇൻസ്പെക്ഷനൊക്കെ വേണ്ടി നടക്കുന്നത്. പക്ഷേ ദിസ് ഈസ് എ വെരി വോസ് കണ്ടീഷൻ, ലൈക്ക് സീവേജ് എൻവയോൺമെൻറ്റ്, വെരി ഡേർട്ടി എൻവയോൺമെൻറ്റ്, watery, and sometimes water will not be there, heavy flow. It's a very difficult environment. ആ ഒരു എൻവയോൺമെൻറ്റിൽ റോബോട്ടിക്സിനെ അധികം യൂസ് ചെയ്തിട്ടില്ല. So we did it happen. And also what we did is we simply automated every aspect that person will do inside a manhole. ഒരാൾ ഇറങ്ങിയിട്ട് എന്തൊക്കെയാണോ മാൻഹോളിൽ ചെയ്യുന്നത് അതിന് മൊത്തം ഓട്ടോമേറ്റ് ചെയ്തു by a design. So it's simply like work automation of a person. Whatever he does, it is automated into a machine, and this machine only need to do that task. So humans അത് ചെയ്യുമ്പോൾ humans are actually designed by nature for many things, right? Not only doing manual scavenging, we are doing a lot of stuff, right? Walking, thinking, doing great works, small works, labor, a lot of things are we doing. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചെങ്കിൽ, ഹ്യൂമൻ അങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് ഹീ ഈസ് ഹാവിങ് എ ലോട്ട് ഓഫ് ഫാൾട്ട്. He is not able to submerge in water for long period of time for this cleaning and everything. And he is also ഒരു ഹ്യൂമൻ എന്ത് ചെയ്യാൻ പറ്റും എൻവയോൺമെൻറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ കൂടി പറ്റില്ല, because of the poisonous gas which is present there, the inhuman condition which is having there. ഇത് കാരണമൊക്കെ ഒരു ഹ്യൂമനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ വെൻ ഇറ്റ് ടെക്നോളജൈസ് ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് ദിസ് ആൾ എലിമിനേറ്റഡ്. വി ഡസ് നോട്ട് നീഡ് ദിസ് മെഷീൻ ടു ഡു എവറിഥിങ് ലൈക്ക് ഹ്യൂമൻ. ഒരു ഹ്യൂമൻ ചെയ്യണ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട, പക്ഷേ മാൻ ഹോളിൻ്റെ ഉള്ളിൽ എന്താണോ ഒരു ഹ്യൂമൻ ചെയ്യുന്നത് അത് ചെയ്താൽ മതി. സോ ദിസ് ബ്രിങ്സ് എ ലോട്ട് ഓഫ് പ്രൊഡക്ടിവിറ്റി ടു ദ ഡിസൈൻ. അതായത് അങ്ങനെ ഒരു രീതിയിൽ അതിനെ റെഡ്യൂസ് ചെയ്തപ്പോൾ ദിസ് ഹാം ഈസ് വി ക്യാൻ ഡു ഇറ്റ് ബെറ്റർ ഫാസ്റ്റർ, ആൻഡ് ടൂൾ ക്യാൻ ബി ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദ ആം, and then there is a specific legs. ഇപ്പോൾ മനുഷ്യൻ്റെ ലെഗ് ബൈപ്പഡൽ വാക്കിംഗ് ആണ്, വി ഡോണ്ട് നീഡ് ദാറ്റ്, വി ഓൺലി നീഡ് ടു മൂവ് ബൈ പുഷിങ് അറൗണ്ട് ദ മാൻ ഹോൾസ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആ ഡിസൈനിൽ ഒരുപാട് മോഡിഫിക്കേഷൻ വന്നപ്പോൾ ഇറ്റ് ബിക്കം അറൗണ്ട് 10x പ്രൊഡക്റ്റീവ് ദാൻ എ ഹ്യൂമൻ ബീങ്. ആൻഡ് ആ ഒരു കൺസെപ്റ്റ് ആക്ച്വലി ബ്രിങ് എ ലോട്ട് ഓഫ് എഫിഷ്യൻസി ഇൻ ടു മാൻ ഹോൾ ക്ലീനിങ്. ആൻഡ് അവർ ക്ലയൻസ് ഈസ് ഓൾസോ ഗെറ്റിംഗ് ദിസ് നൗ ആസ് എ വണ്ടർഫുൾ ഔട്ട്പുട്ട് ഓഫ് ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ ബ്രിങ് വിത്ത് എ ക്യാപിറ്റൽ കോസ്റ്റ്. ഹ്യൂമൻ അത് വരില്ല, സർവീസായിട്ട് ജസ്റ്റ് ഡയറക്റ്റ് കൊടുത്താൽ മതി, യു ഗോ ആൻഡ് ഡു ദ വർക്ക്. But here you need to have a capital cost to initially invest, but the productivity make it easier. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 yearsനുള്ളിൽ ഇനീഷ്യൽ ക്യാപിറ്റൽ കോസ്റ്റ് they are getting recovered, and then whatever they are getting after that is a profit along with complaints on the legal side that is there, and we are providing a better life for the people who does not need to enter into the manhole. അവർ ഇറങ്ങേണ്ട ആവശ്യമില്ല. And then the biggest challenge of that particular project was, if we do this, what this person will does, who അവരെന്താ ചെയ്യുക, അതായിരുന്നു ഞങ്ങളുടെ ഒരു ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. അത് ഞങ്ങൾ ആദ്യം മുതൽ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ ഇതിൻ്റെ റിസർച്ച് നടത്തുന്ന സമയത്ത് പല മാനുവൽ സ്കാവഞ്ചേഴ്സിനായിട്ടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വി സോ ഇൻട്രസ്റ്റിംഗ്ലി ഫിയർ. അവർക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളോട് കാര്യങ്ങൾ പറയാൻ. എന്താ വെച്ചാൽ അവർക്കറിയാം ഞങ്ങൾ എന്തോ ഒരു മെഷീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ദേ ആർ റിയലി സ്കെയർഡ് ടു ടെൽ us how they are doing the work, because they feel that tomorrow a machine will take over the job. So it is interesting. ഞാൻ ആ ടൈമിൽ ആലോചിച്ച ഒരു കൺസെപ്റ്റാണ്, അതായത് people, this unemployment is worster than manual scavenging. That's the reality, sad reality. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, even though we want to do it for a good reason, we don't want to do it by eliminating their job. So if they want to be a part of it, if they are not able to find another job, they should be able to use the machine.
then the challenge is little more tough because we have to create a robotic machine which is sophisticated comparatively. And ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാനുവൽ സ്കാവഞ്ചേഴ്സ് ഇത് യൂസ് ചെയ്യണം. അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഹൗ ടു വി മേക്ക് ദം ഏബിൾ ടു ഓപ്പറേറ്റ് ദ മെഷീൻ. സോ ഇറ്റ്സ് മോർ ലൈക്ക് എ ട്രെയിനിങ്, സ്കിൽ ഡെവലപ്മെൻറ്റ് തിങ്. അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ ചെയ്തത് എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ദെൻ വി ഹാവ് ടു ബി എക്സ്പെർട്ടൈസ് ഇൻ സംതിങ് മോർ. അതാണ് യൂസർ എക്സ്പീരിയൻസ് എഞ്ചിനീയറിംഗ്. യൂസർ എക്സ്പീരിയൻസ് ഈസ് ഐ ബിലീവ് ദാറ്റ് ആ ഒരു ടേം വളരെ എന്താ പറയുക അധികം എൻലൈറ്റൻ ആവാത്ത, അധികം പോപ്പുലർ ആവാത്ത, ഇന്ത്യയിൽ പ്രത്യേകിച്ചും അധികം പോപ്പുലർ ആവാത്തൊരു ടേമാണ് യൂസർ എക്സ്പീരിയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സ്പെസിഫിക്കലി. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ക്യാൻ ഡു വണ്ടേഴ്സ്. യുനോ ഇനീഷ്യലി ഒരു മാസത്തോളം ഒരാളെ ട്രെയിൻ ചെയ്യാൻ എടുത്തത് യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ വെച്ച് വി മേഡ് ദ ഇൻ്റർഫേസ് വെരി സിമ്പിൾ. ഒരു ഡേയിൽ ആൾക്ക് ഇപ്പോൾ നൗ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ മെഷീൻ. ഈവൻ ദോ ഹി ജസ്റ്റ് സീ ഇറ്റ് ഇൻ ദ മോർണിംഗ്, ബൈ ഈവനിങ് ഹി ഈസ് ഏബിൾ ടു ഓപ്പറേറ്റ് ഇറ്റ്. ആ ലെവലിലേക്ക് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ യൂസർ എക്സ്പീരിയൻസ് എഞ്ചിനീയറിംഗ് അനുസരിച്ചിട്ടും. അതായത് നമ്മുടെ നോർമലായിട്ടുള്ള ഹ്യൂമൻ മൈൻഡും നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു തിങ്കിങ് ടെർമിനോളജി, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന പാറ്റേൺസുകളും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ വെച്ച് we are able to make him learn this thing in a very faster manner. So this skill development started becoming very easy. Right. അപ്പോൾ ആ ഒരു സംഭവം കൂടി ഇതിൽ പ്ലഗ് ആയപ്പോൾ it started picking up, and now we are installed this product more than 19 states, 3 union territories, and still scaling, in that particular way. And now it's been around 7 years we are in the industry. We are doing it. We identified interestingly, there are some people rehabilitated along with the project, but there are a lot of people who don't want to do this job. They are moving out of the thing. Right. And some area where they newly construct, because India is developing also. Okay. So we are only urbanized around 30% or less. And this is increasing to 50-60% within coming years. And because of this, everywhere new infrastructure is being developed also. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു കാര്യം എന്താ വെച്ചെങ്കിൽ ന്യൂ ഏരിയയിൽ ആളുകളില്ല. There is no people who does this. So there is a new opportunity, automation. We don't need to depend on people there. This upskilling is not needed there. അവിടെ നമുക്ക് again automation use ചെയ്യാം, better productivity is coming up. And we also see the trend of, newer generation ഒന്നും sewage cleaning ആ സാധനത്തിലേക്കൊന്നും വരുന്നില്ല. Nobody want to do that. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഫോർ സൊസൈറ്റി ദിസ് ഇസ് എസെൻഷ്യൽ ഓൾസോ. സോ വി സീ ദ ഫ്യൂച്ചർ ഇസ് ഓട്ടോമേഷൻ ഇൻ ദിസ് ഇൻഡസ്ട്രി. ബാൻഡിക്കോട്ട് പോലെ ഒരു റോബോട്ട് കൊണ്ടുവരുമ്പോൾ ഫേസ് ചെയ്ത ചലഞ്ചിനെ പറ്റി പറഞ്ഞു. അതിൽ നമ്മളും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു ജോബിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സംഭവം, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ തന്നെ അപ്സ്കിൽ ചെയ്ത് ട്രെയിൻ ചെയ്യുക. പക്ഷേ അങ്ങനെ ചെയ്തിട്ടും ഇതിൽ ഇറങ്ങാത്തവരുണ്ടായിരുന്നു. അപ്പോൾ ഇതിനും ആകെ മൊത്തത്തിൽ ഈ ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസ്പെഷ്യലി ഈ സ്യൂവേജ് ഒക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജോബും കൂടിയാണ്. ഇതിൽ ഒരു ക്ലാസിൻ്റെ ഒരു പൊളിറ്റിക്സ് അങ്ങനെ ഒരു സംഭവം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ന്യൂവർ ജനറേഷൻസ് ആർക്കും ഇത് ചെയ്യാനും താല്പര്യമില്ല, പക്ഷേ ഇത് ചെയ്യേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ഒരു പ്രോബ്ലമാണ് ബാൻഡിക്കോട്ടിലൂടെ സോൾവ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഓബ്വിയസ്ലി ഈ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറും കൂടെ എന്തായിട്ടായിരിക്കും പറയുക? First thing, I don't want to talk about politics actually, which is involved in this. And obviously there are a lot of politics is happening in it. I feel for some people ഇത് സോൾവ് ചെയ്യാതിരുന്നാലേ അവർക്ക് കാര്യമുള്ളൂ. ഇത് ഉള്ളിടത്തോളം കാലം there is something running, right? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തിങ്കിങ്സും ഉണ്ട്. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ബട്ട് റേദർ മൈ പോയിന്റ് ഈസ് ദാറ്റ് നമ്മളിതിൽ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നു, ആളുകൾ ഇങ്ങനെ പ്രശ്നമാക്കുന്നു, ഇതൊക്കെ ഭയങ്കര പ്രോബ്ലം ആക്കി മാറ്റുമ്പോൾ ഇത് നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതും കൂടി നമ്മൾ തിങ്ക് ചെയ്യണം. ഇഫ് ദ ഓട്ടോമേഷൻ ഈസ് നോട്ട് ഹാപ്പനിങ്, പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്, ഈസ് ഇറ്റ് എ ഗുഡ് തിങ്? ആൻഡ് ഈസ് ദർ എനി അതർ വേ? അതായത് സൊസൈറ്റിക്ക് ഇപ്പോൾ ഈ സീവേജ് ഒന്നും ക്ലീൻ ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള വഴിയുണ്ടോ? ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ദെയർ. സോ സം ട്രേഡ് ഓഫ് ഒബ്വിയസ്ലി നീഡഡ്, ആൻഡ് അത് ഡെഫിനറ്റ് ആണ്. ആൻഡ് ഫ്യൂച്ചർ ആൾസോ, വെൻ വി ലുക്ക് അറ്റ് ഫ്യൂച്ചർ ആൾസോ, ഐ ഡോണ്ട് സീ ദിസ് പ്രൊഫഷൻ വിൽ നോട്ട് എക്സിസ്റ്റ്. ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ വാട്ട് എവർ വിച്ച് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ, ഇറ്റ് ഈസ് ഓൺലി ദ പ്രോബ്ലം ഓഫ് ചേഞ്ചിങ്. ആ പ്രോബ്ലം എല്ലാ ടൈമിലും സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ആ ചേഞ്ചിങ്ങിനെ സ്മൂത്തൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. അതിലൊരു പാർട്ടാണ് അപ്സ്കില്ലിങ്. സം പീപ്പിൾ ക്യാൻ ഗോ വിത്ത് ഇറ്റ്, ഐ എം ഡെഫിനറ്റ്ലി ഷുവർ, ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ് ആൾസോ. ദാറ്റ് ഈസ് വൺ പോയിന്റ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് ദാറ്റ് നമുക്ക് ഇവരെ ഇപ്പോൾ ഈ ഒരു ജോലി എന്നുള്ള രീതിയിൽ കൺസെപ്റ്റിൽ മാത്രം അപ്സ്കില്ലിംഗ്, വേറെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അപ്സ്കില്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അപ്സ്കില്ലിംഗ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾ ദാറ്റ്
ദേ ആർ വർക്കിംഗ് എക്സ്റ്റെൻസീവ്ലി ഫോർ എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തിങ്സ്. അവർക്ക് ഇത് പിക്കപ്പ് ചെയ്ത് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. സോ മൈ പോയിന്റ് ഇസ് ദാറ്റ് ഐ ഹാവ് റെസ്പോൺസിബിലിറ്റി ഇൻ ദിസ് ആൻഡ് അപ്പ് ദാറ്റ് പാർട്ട് വി ആർ ഡൂയിങ് ആൾസോ. We have responsibility, we are doing it also. But I think rather than resisting this by saying, job ഒക്കെ പോകുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു ജോബ് അല്ല നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടത്, ആളുകൾക്ക് വേണ്ടത്. So obviously it has to change. So rather than putting effort into the resistance, let us put the effort into, upskilling them into whatever possible things. അതിലേക്കാണ് അറ്റൻഷൻ പോകേണ്ടതെന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ്. ഇപ്പോൾ ഈ ബാൻഡിക്കൂട്ട് അല്ലാണ്ട് ഇപ്പോൾ ബാൻഡിക്കൂട്ട് നമ്മൾ ജെൻ റോബോട്ടിക്സിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുമ്പോൾ അൺസേഫ് ആയിട്ടുള്ള വർക്കിംഗ് എൻവയൺമെൻറ്റ്സിൽ നിന്ന് അതിന് മനുഷ്യൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈസി ആക്കുക എന്നുള്ളൊരു ഐഡിയ ആണല്ലോ. ഇപ്പോൾ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള വർക്ക് എൻവയൺമെൻറ്റ്സ് അല്ലെങ്കിൽ ജോലികൾ അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഏത് തരത്തിലുള്ള സ്റ്റഡിയാണ് അതിന് വേണ്ടി നടത്തുന്നത്? അത് ആക്ച്വലി നമ്മുടെ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു സെൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്തൊക്കെ ജോബാണ് ഹ്യൂമൻ ചെയ്യേണ്ടത്, എന്തൊക്കെ ജോബാണ് ഹ്യൂമൻ ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ. ഇപ്പോൾ ഞങ്ങളുടെ കുറേ പുതിയ പ്രൊജക്റ്റുകളാണ്. ഒന്ന് ഇപ്പോൾ ഒരു ജെൻ ബോട്ട് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ പ്രൊജക്റ്റിൻ്റെ ഇനീഷ്യൽ എയിം എന്താണെന്ന് വെച്ചാൽ ടു ഹെൽപ്പ് ദ പീപ്പിൾ ഹു ഡു ദ ബോംബ് ഡിഫ്യൂസിങ്. ദാറ്റ് ഇസ് എ ഡേഞ്ചറസ് ജോബ്, റൈറ്റ്? ഒരു ബോംബ് ഡിഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സംഭവം, ഓർ if there is a nuclear situation where people does not need to go to that situation, this can go. So the concept is that it is actually a automation with arms, eyes, and different type of human features, ears and everything. And ആ ഒരു സിറ്റുവേഷനിലേക്ക് അതിനെ നമുക്ക് വിടാം. Then a person can experience whatever the environment is in a VR virtual setup, and then he can do the things which is need to do in that unsafe environment, and the robot will does this in an unsafe environment. Right. അപ്പോൾ അവിടെ ഒരു കംപ്ലീറ്റ് റീപ്ലേസ്മെൻ്റ് ആയി. സോ ദിസ് ഈസ് എ കൺസെപ്റ്റ് വി ആർ തിങ്കിങ് ഓഫ് എ യൂണിവേഴ്സൽ അൺസേഫ് എൻവയോൺമെൻറ്റ് ഹാൻഡ്ലിംഗ് മെഷീൻ. ദാറ്റ്സ് വാട്ട് വി ആർ തിങ്കിങ് അബൌട്ട് ദിസ്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് കൺസെപ്റ്റാണ്. ആൻഡ് ദെൻ വി ആൾസോ ഐഡൻറ്റിഫൈഡ് ദ വലിയ ലാർജ് ബിൽഡിങ് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇറ്റ് ഈസ് ആൾസോ എ കൈൻഡ് ഓഫ് അൺസേഫ്, കാരണം ഹൈറ്റ് പോയ്സണസ് ഗ്യാസസ്, പോയ്സണസ് ആയിട്ടുള്ള റേഡിയേഷൻ ആൻഡ് ഔട്ടർ സ്പേസ്, അണ്ടർ വാട്ടർ ഡൈവ് ചെയ്ത് ചെയ്യുന്നത്, എക്സ്ട്രീം ഹീറ്റ്, ആൻഡ് ആൾസോ ദ മൈനിങ്, ഇങ്ങനെയുള്ളതൊക്കെ ഒരു അൺസേഫ് കാറ്റഗറിയിലാണ് ഞങ്ങൾ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ബേസ്ഡ് ഓൺ വാട്ട് ഈസ് എ കണ്ടീഷൻ ഓഫ് ദ പീപ്പിൾ അറ്റ് ദാറ്റ് സിറ്റുവേഷൻ, വി ആർ ട്രൈങ് ടു get into those kind of technologies. ഇപ്പോൾ ബോംബ് ഡിഫ്യൂസിനെ പറ്റി പറഞ്ഞു, അതിനൊക്കെ റോബോട്ട്സിനെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇത് കൂടാതെ ഈ റെസ്ക്യൂ മിഷൻസിനൊക്കെ റോബോട്ട്സിനെ യൂസ് ചെയ്യാം, ആ ഒരു മൈൻഡും ഉണ്ട്. ആൻഡ് ബിക്കോസ് വി ബീൻ റീസെൻ്റ്ലി ബീൻ കോൾഡ് വെൻ നമ്മുടെ ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ട്രിവാൻഡ്രത്ത് ഒരു കനാലിൽ മിസ്സായി. ആ സമയത്ത് ആക്ച്വലി വി വർ നോട്ട് പ്രിപ്പയർഡ് ഫോർ സച്ച് കൈൻഡ് ഓഫ് തിങ്. പക്ഷേ ബിക്കോസ് ഓഫ് എ നീഡ്, ഗവൺമെൻറ് ഈസ് ആക്ച്വലി കോൾഡ് us to എസ്റ്റാബ്ലിഷ് അവർ സിസ്റ്റംസ് ആൻഡ് ട്രൈ ടു ബി എ പാർട്ട് ഓഫ് ദ റെസ്ക്യൂ പ്രോസസ്. ആ ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വി ആർ ലാക്കിംഗ് ദാറ്റ് ഏരിയ ആക്ച്വലി. ബിക്കോസ് what I saw that time is that this firefighting people are risking their life to get one person's life back. So a lot of people are doing it. It's not one person. And it's very unsafe also, because the water which is flowing in the canal is not normal nice water or anything. It's human waste. People are swimming in it. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വൈറൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയ, ഇതൊക്കെ അവരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ആൾസോ ഇഫ് സംതിങ് ഗോസ് റോങ്, their life also will be in trouble, right? Like Joy's life got in trouble. So my point is that ആ ഒരു ഏരിയയിലും ടെക്നോളജിയുടെ ഇൻ്റഗ്രേഷൻ്റെ വളരെ ആവശ്യകതയുണ്ട്. ആൻഡ് അഗെയിൻ ഐ ഡോണ്ട് ഫീൽ ഇറ്റ്സ് വെരി എഫിഷ്യൻ്റ് ഓൾസോ. ദേ ആർ ഡൂയിങ് ദെയർ ബെസ്റ്റ്, ബട്ട് ഒരു ഡാർക്ക് ആയിട്ടുള്ള വെരി വാട്ടറി എൻവയോൺമെൻറ്റിൽ ഹ്യൂമൻ സെൻസസ് വിൽ നോട്ട് വർക്ക്. യു ആർ നോട്ട് ഏബിൾ ടു സീ ഇറ്റ്. എവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അത്രയും ഡാർക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഹ്യൂമൻ സെൻസസ് വിൽ നോട്ട് വർക്ക്. സോ rather than risking a human life with a lesser productive search and rescue portion, we can actually build technology which will have better efficiency and lesser risk of life. So obviously we are working in that industry. Right. We are also trying to now do something in that area also. ഈ ബാൻഡിക്കൂട്ട് അല്ലാണ്ട് ജെൻബോട്ട് എന്നുള്ളൊരു റോബോട്ടിനെ പറ്റി പറഞ്ഞു. ഇത് കൂടാതെ മറ്റേതൊക്കെ പ്രോഡക്ട്സ് ഉള്ളത്? അതൊക്കെ ഏത് മേഖലയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന പ്രോഡക്ട്സ് ആണ്? ഇപ്പോൾ GBeetle എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈ സ്കൈ സ്ക്രാപ്പർ ക്ലീനിങ് എന്നിട്ടുള്ള ഒരു ആസ്പെക്റ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ G-Gator ആണ് ഞങ്ങളുടെ ഒരു ആൾറെഡി കൊമേഴ്ഷ്യലൈസ് ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ്. G-Gator എന്ന് പറയുന്നത് ഒരു റീഹാബിലിറ്റേഷൻ ഡിവൈസ് ആണ്. ഞങ്ങൾ അത് പറഞ്ഞല്ലോ, we started from helping people with disability. So ultimately we run that process along with the journey of Bandicoot. Recently now it's been
1.5 years. We launched the G-Gator also. 1.5 years back we launched it. It's been serving many hospitals now in Kerala. Now it is taking up to the other states also. So we are in that scaling journey as well. G-Gator, what it does is like, it's provide gait training. Normal ആയിട്ടുള്ള ഒരു മനുഷ്യൻ നടക്കുന്ന ട്രെയിനിങ് കൊടുക്കുക. ഇറ്റ്സ് വെരി എസെൻഷ്യൽ. ഇപ്പോൾ നമ്മളൊരു കുട്ടിക്കാലത്ത് നമ്മൾ എങ്ങനെയാണ് നടത്തം പഠിച്ചത്, ഒരുപാട് വീണ്, we don't have that control initially, and then we do forward walking, and then we do bipedal walking, and then we start running, right? So അതൊരു ന്യൂറൽ നെറ്റ്വർക്ക് ഡെവലപ്മെന്റ് പ്രോസസ്സാണ് ബ്രെയിനിലുള്ള. ആൻഡ് ബ്രെയിൻ, ദ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് അബൌട്ട് ബ്രെയിൻ ഈസ് ദാറ്റ് ബ്രെയിൻ ഈസ് ഹാവിങ് ആൾ ദിസ് കാപ്പബിലിറ്റി ടിൽ ദ ഡെത്ത് വരെ അത് ഉണ്ട്. ഇറ്റ്സ് കാൾഡ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ വൺസ് എ പേഴ്സൺ എക്സ്പീരിയൻസ് സ്ട്രോക്ക് or a spinal cord injury or some other disease which affects the motor neuron function of a body, this can be reverse ചെയ്യാൻ പറ്റും by creating a better neural network in brain by relearning. So ഇതിൽ ആകെയുള്ള ഒരു ചാലഞ്ച് എന്ന് വെച്ചെങ്കിൽ repeated amount of effort need to be put on that particular action. അത് repetition will make us an expert in any task എന്ന് പറയുന്ന മാതിരി. ഇപ്പോൾ even we forget to work also due to some disease, due to its effect our neural network, we can rebuild it also. But the point is that it's a heavy task. A person which is grown up trying to walk again, the body is not like how we are in a child form. അപ്പോൾ ഈ ഒരു ചാലഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് നോർമലി ഫിസിയോതെറാപ്പിയിൽ ന്യൂറോ റിഹാബിലിറ്റേഷനിലൊക്കെ ഗെയ്റ്റ് ട്രെയിനിങ് ഈസ് ബീൻ ആൾറെഡി ദെയർ ഫോർ ഇയേഴ്സ്. ദ ഇൻഎഫിഷ്യൻസി ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ബീൻ മാനുവലി ഡൂയിങ്. അപ്പോൾ ഗെയ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 6 ലിംസിൻ്റെ മൾട്ടിപ്പിൾ ജോയിൻസുകളുള്ള ഒരു എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണത്. അത് ഒരു പെർഫെക്റ്റ് സിങ്ക്രണൈസിൽ കിട്ടിയാലാണ് ഒരു പെർഫെക്റ്റ് വാക്കിംഗ് ആവുള്ളൂ. അപ്പോൾ ഈ പെർഫെക്റ്റ് വാക്കിംഗ് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം ബൈ എൻ എക്സ്റ്റേണൽ മീൻസ് for a number of period, so that the brain will relearn and the person's recovery is possible. So that's what we are doing in G-Gator. G-Gator is a robotic platform which will does that as per physiotherapy requirement. And now it's been already installed in many hospitals in Kerala. We are expanding to other states. So that is another product. And G-Gator, our area, we are also trying to build more technology. Physical medicine rehabilitation is another segment where technology is needed. And there are some technology which is in foreign countries, but it's very costly. And that is also, it's not accessible to normal hospitals. So making it accessible to normal hospitals also the thought process that we are having on that particular segment. റോബോട്ടിക്സിൻ്റെ കൂടെ തന്നെ AI റിസർച്ചിലും കൂടെ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ജെൻ റോബോട്ടിക്സ്. അപ്പോൾ AI എങ്ങനെയാണ് ഈ റോബോട്ടിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? മാത്രമല്ല ഇപ്പോൾ ബാൻഡിക്കൂട്ടിലൊക്കെ AIനെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ? ബാൻഡിക്കോട്ടിൽ ഇനീഷ്യൽ ടേംസിൽ ഈ എയുടെ റവല്യൂഷനൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുമ്പാണ് അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അന്ന് ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള AIs ഒക്കെ ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഓട്ടോമേഷൻ, മെഷീൻ ലേണിംഗ് കോൺസെപ്റ്റ്സുകളും അതുകൂടാണ്ട് തന്നെ റിഗ്രഷൻ ബേസ്ഡും പിന്നെ റീഇൻഫോഴ്സ് ലേണിംഗ് എന്നുള്ളൊരു ഡൊമൈനാണ് ഞങ്ങൾ കുറേ കൂടി എഫേർട്ട് ഇടുന്നത്. അതായത് അതൊരു പെർട്ടിക്കുലർ ന്യൂ കൺസെപ്റ്റാണ്. ആൻഡ് ആൾസോ ദറ്റ്സ് ഡെവലപ്പിംഗ് വെരി ഗുഡ് വേ റൈറ്റ് നൗ. അപ്പോൾ ഈ രീതിയിലുള്ള ടെക്നോളജീസൊക്കെ ഞങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് സൊഫിസ്റ്റിക്കേഷൻ ഈസ് നോട്ട് നീഡഡ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എൻ ഏരിയ. ബട്ട് ഇറ്റ് ഹെൽപ്ഡ് അസ് ഇൻ എ യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂ. യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഈ ആളുകൾ ചിലപ്പോൾ ഒരുപാട് മിസ്റ്റേക്സുകൾ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്. അത് ഐഡൻറ്റിഫിക്കേഷനും അതിനെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള രീതിയിൽ സ്റ്റിൽ ദ ഫോർ ദ സേഫ്റ്റി ആൻഡ് സേഫ് ഗാർഡിങ് ദ മെഷീൻ വി ബീൻ യൂസിങ് ഇറ്റ് ദിസ് കൈൻഡ് ഓഫ് ടെക്നിക്സ്. ആൻഡ് നമ്മുടെ ഇപ്പോൾ പുതിയ വെർഷൻസുകൾ മൊബിലിറ്റി പ്ലസ് എന്ന് പറഞ്ഞാൽ ബെൻഡിക്കോട്ടിൽ തന്നെ കുറേ സീരീസ് ഉണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് മൊബിലിറ്റി പ്ലസ്, വെഹിക്കിൾ ഇൻ്റഗ്രേറ്റഡ് മോഡൽ. ആ മോഡലിൽ വൺസ് യു പാർക്ക് ഇറ്റ് ഇൻ നിയർ ടു എൻ മാൻ ഹോൾ, ജസ്റ്റ് പ്രസ് ഓഫ് എ ബട്ടൺ, ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി പൊസിഷൻ ദ റോബോട്ട് ഓൺ ടോപ്പ് ഓഫ് ദ മാൻ ഹോൾ പ്രോപ്പർലി. So that is done by machine learning, image processing techniques and all. So we are using it. അതായത് ആ ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റും ഹ്യൂമൻ്റെ ഫിസിക്കൽ എഫേർട്ടും മെൻ്റൽ എഫേർട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദാറ്റ് ഹെൽപ്പ് us to rehabilitate the people in a very faster manner. That was the one idea. And second idea, ultimately we see this industry require automation, full automation in time. So we are putting these efforts for that also. അങ്ങനെയാണ് ഞങ്ങളതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ G-Gatorലൊക്കെ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള രീതിയിൽ AI ഇൻ്റഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ വെയർ വി ക്യാൻ ഏബിൾ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ദ എക്യുപ്മെൻറ്റ് ഡ്രാസ്റ്റിക്കലി കമ്പയറിങ് ടു ദ ഫോറിൻ കോമ്പറ്റീഷൻസ് എന്നാണ്. സോ അതൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. ആൻഡ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് സുപ്പീരിയർ ടെക്നോളജി ബിൽഡ് ചെയ്യാനും പറ്റുന്നുണ്ട് കമ്പയറിങ് ടു ഈവൻ ഫോറിൻ പ്ലേയേഴ്സ് ബിക്കോസ് ഓഫ് ദ AI ഇൻ്റഗ്രേഷൻ. AI G-Gatorൽ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ മേജർലി നമ്മളെ ഗേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ വൺ ഓഫ് ദ ഡിഫിക്കൽട്ടി ഓഫ് എ ഫിസിയോതെറാപ്പിസ്റ്റ് ഓരോ ആളുകളും
അയാളുടെ ഹൈറ്റ് അനുസരിച്ചിട്ടും വെയിറ്റ് അനുസരിച്ചിട്ടും അയാളുടെ ലിംബ് ലെങ്ത് അനുസരിച്ചിട്ടൊക്കെ ഡിഫറെൻറ്റ് രീതിയിലാണ് വാക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു ഫിസിയോതെറാപ്പിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ട് നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ദേ കനോട്ട് ആക്ച്വലി ലേൺ ആൾ ദിസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാക്കിംഗ് സ്റ്റൈൽസ്. അപ്പോൾ പക്ഷേ ഒരു അൽഗോരിതത്തിന് അത് പറ്റും. Algorithm can memorize and even create different type of walking pattern for different type of people based on their combinations. That we are doing in Ggator. Right. So adokke oru advantage aanu AI ki to create different type of walking pattern and make it happen according to the person. So the customization of the gait pattern according to different type of people is something we are doing better comparing to manual. Again a lot of better ഉണ്ട്. കാരണം മാനുവൽ എങ്ങനെ ചെയ്താലും നമുക്ക് അയാളുടെ മൂഡ് അനുസരിച്ചിട്ടും അയാളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടൊക്കെ പാറ്റേൺ കുറേ മാറും. ഇറ്റ് മേ നോട്ട് ബി സയൻറ്റിഫിക്കലി റെക്കോർഡ് ആൾസോ. പക്ഷേ ഇവിടെ അതിൽ കൺസിസ്റ്റൻസി ഉണ്ട്. അഗെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഹൈറ്റ് വെയിറ്റ് റേഷ്യോ അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗെയ്റ്റ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദർ ഈസ് ഓൾസോ കൺസിസ്റ്റൻസി. ആൻഡ് ദെൻ ഇപ്പോൾ ഓരോരുത്തർ ഓരോ ടൈമിലും അവരുടെ ലിംബിലുണ്ടാകുന്ന കാലുകൾ മൂവ്മെൻറ്റിലുണ്ടാകുന്ന മൈക്രോ ലെവലായിട്ടുള്ള സ്പാസം, മൈക്രോ ലെവലായിട്ടുള്ള എഫേർട്ട് ഇഫ് ദേ ആർ പുട്ടിങ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ ഡിക്റ്റേറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് ദിസ് Ggator can take decisions for the improvement of their റിക്കവറി. അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ലെഗ് വീക്കാണ്, മറ്റേ ലെഗ് സ്ട്രോങ് ബെറ്ററാണ്. അപ്പോൾ വീക്കായിട്ടുള്ള ലെഗിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും കമ്പയറിങ് ടു ദെൻ ദ സ്ട്രോങ്ങർ ലെഗ്. സോ ദാറ്റ് വീക്കർ ലെഗ് ആൾസോ സ്റ്റാർട്ടഡ് ബിക്കമിങ് ബെറ്റർ. അങ്ങനെ ഓരോ ലിംബ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻസ് കാര്യങ്ങൾ Ggatorന് ചെയ്യാൻ പറ്റും. പിന്നെ ഓവറോൾ ഈ ഡാറ്റാസ് ഓഫ് റിക്കവറി എവറിത്തിങ് ഈസ് ക്യാപ്ചേർഡ്, ഡാറ്റ ഈസ് വെൽ റെക്കോർഡഡ് every time, real time sensing of whatever the person's recovery journey, rehabilitation protocols, whether it is going in a proper way or idellam possible aanu. So by integrating with the technology, and the beauty is that sometimes comparing even comparing the labor effort and cost which is involved in this process and Ggator, that is also better. So this is how naturally it flows into technology oriented rehabilitation, and it's badly required in India at the moment. AI റെവല്യൂഷൻ്റെ കാര്യത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ AI കാരണം പല ഒരു സ്കെപ്റ്റിസിസം കൂടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അത് കുറേ ജോബ്സിനെ സ്റ്റീൽ ചെയ്യണു അങ്ങനെ. ഇപ്പോൾ AIനെ പറ്റി പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് പല ആൾക്കാരും ഷെയർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ AI ഷുഡ് ബി ഡൂയിങ് ജോബ്സ് ലൈക്ക് ക്ലീനിങ്, ലോണ്ട്രി, അങ്ങനെയുള്ള സംഭവങ്ങൾ വേണം AIയും റോബോട്ടുകളും ചെയ്യാൻ. സോ ദാറ്റ് ഹ്യൂമൻസ് ക്യാൻ ഹാവ് മോർ ടൈം ടു സ്പെൻഡ് ഓൺ ലിറ്ററേച്ചർ ഓർ എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ. പക്ഷെ അതേസമയം ഹ്യൂമൻസിന് അതിൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാണ്ട് അവരുടെ ഉള്ള ജോലി കൂടെ ഇല്ലാണ്ടാക്കണം എന്നുള്ളൊരു വിമർശനം കൂടെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം അതൊരു റിയാലിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം റിഡൻഡൻറ്റ് ജോബ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കോർപ്പറേറ്റ്സിലൊക്കെ കുറേ ജോലികൾ പോകണം, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്കെപ്റ്റിസിസം അല്ലെങ്കിൽ ഈ ഒരു AI ബൂമിനെ കുറിച്ചുള്ള ജനറലി ഉള്ളൊരു ഒപ്പീനിയൻ എന്താണ്? ജനറലി ഉള്ള ഒപ്പീനിയൻ ആൾറെഡി യു ടോൾഡ് ഐ തിങ്ക്. അതാണ് ജനറലി ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതായത് ഇതെന്തായാലും ഹാപ്പൻ ചെയ്യും ആൻഡ് ഇറ്റ് ഈസ് റിയലി നീഡഡ്. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ടൈം നോക്കിയ സമയത്ത് ഇറ്റ് ഹാപ്പൻ റൈറ്റ്. ആൻഡ് വാട്ട് ഇറ്റ് ഡസ് പീപ്പിൾ തോട്ട് ഓഫ് മെഷീൻസ് കമ്മിങ്, എ ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ് ആൻഡ് ഇറ്റ്സ് റിയലി മെയ്ഡ് ഗൂഡ്സ് ആൻഡ് സർവീസ് കോസ്റ്റ് ലെസ് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ ആക്സസ് ഇറ്റ്. ആൻഡ് കമ്പ്യൂട്ടർ റെവല്യൂഷൻ വന്ന സമയത്തും സിമിലർ കൈൻഡ് ഓഫ് തിങ്സ് ഹാപ്പൻ റൈറ്റ്. ഈവൻ ഇൻ്റർനെറ്റ് റെവല്യൂഷൻ വന്ന സമയത്തും ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ. ആൻഡ് ഐ ഫീൽ AI ഈസ് റിയലി നീഡഡ് in order to solve our problems. ഇപ്പോൾ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് റെവല്യൂഷൻ ഉണ്ടായ ഒരു സമയമാണ്. വിത്തൗട്ട് ഫുഡ് റെവല്യൂഷൻ ദ ഗ്രീൻ റെവല്യൂഷൻ സംതിങ് ഇറ്റ്സ് കോൾഡ് റൈറ്റ്, അത് ഹാപ്പൻ ചെയ്യാതെ ഇത്രയും ആളുകളെ ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് വാസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് റൈറ്റ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് AI, ഇപ്പോൾ വാട്ട് എവർ വി ആർ ഹാപ്പനിങ് ഇൻ AI ഈസ് റിക്വയർഡ് ഇൻ അവർ current environment, current century, because there are a lot of problems which is coming up where humans are not able to solve it fully. അപ്പോൾ ഇപ്പോൾ AI മായിരുന്ന ടെക്നോളജി ആ ലെവലിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നീഡഡ്. ഇപ്പോൾ എലൺ മസ്ക് തന്നെ ഹീസ് ടോക്കിംഗ് അബൌട്ട് എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് ടു എർത്ത് ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ. നോബഡി ഈസ് തിങ്കിങ് അബൌട്ട് റൈറ്റ്. ഒരു ഉൽക്ക മതി എല്ലാം തീരാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വി ഹാവ് ടു തിങ്ക് ദ പൊട്ടൻഷ്യൽ ഓഫ് AI ആൻഡ് ആൾ ടു ഹെൽപ്പ് us in a bigger way and to civilize go and വേറെ കോളനൈസ് ചെയ്യാൻ പറ്റുന്ന വേറെ പ്ലാനറ്റുകൾ കോളനൈസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ദിസ് ഈസ് നീഡഡ്. ഇറ്റ്സ് സ്റ്റിൽ ഇൻ എ വെരി നേസെൻറ്റ് സ്റ്റേജ്. ബട്ട് ഇപ്പോൾ അത് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആളുകളുടെ വർക്കിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യാനൊക്കെയാണ്. ഇറ്റ്സ് ജസ്റ്റ് ഫൈൻഡിങ് സം ഓപ്പർച്യൂണിറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് അഗെയിൻ ഇഫ് യു ലുക്ക് അറ്റ് ദ മെഡിസിൻ,
different type of diseases are coming up every day, right? And the way it is happening, nobody is aware. In order to handle even that, we need AI. In order to solve our beings biological problems also, it's require a superior intelligence tool. I would say just a tool, and how to use it depends on entirely persons who is handling it. അപ്പോൾ അവിടെ അതാണ് ഒരു പോയിന്റ്. ആൻഡ് ദെൻ ഐ പേഴ്സണലി ഫീൽ ഈവൻ ദോ ചേഞ്ച് മേ ബി എ ഡിഫിക്കൽട്ട് തിങ് ഫ്രം വൺ പോയിന്റ് ടു അനദർ, പക്ഷേ ultimately after change a world will come, right? There's a new world. In that new world I feel people are more free, because they don't need to do job just for living, because AI will be mostly ഇപ്പം നമ്മൾ എങ്ങനെയാണ് സൊസൈറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ഫണ്ടമെൻ്റൽ സാധനങ്ങളാണ്. ഐ ഡോണ്ട് നോ വെദർ ഐ ഷുഡ് ഈവൻ ടോക്ക് അബൌട്ട് ദിസ്. അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സൊസൈറ്റി നമ്മൾ ബിൽഡ് ചെയ്തത് ഇറ്റ്സ് എ റിക്വയർമെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ് ടു സർവൈവ് ടുഗെദർ, അല്ലേ? അങ്ങനെയല്ലേ ചെയ്ത്. അപ്പോൾ അതിൽ വാട്ട് ഹാപ്പൻഡ് ഈസ് ബിക്കോസ് സം പീപ്പിൾ ഹു ഗോട്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട ജോലികൾ കിട്ടാം, ചിലർക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ കിട്ടില്ല, സൊസൈറ്റിയിൽ ഓപ്ഷൻസ് ഉള്ളതായിരിക്കും ചിലപ്പോൾ കിട്ടുക. ഇതൊക്കെ ആളുകൾ ചെയ്യേണ്ട ആവശ്യം വരുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഈവൻ മാനുവൽ സ്കാവഞ്ചിങ് ആൾസോ നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നത് എന്തുകൊണ്ട്? സംബഡി ഹാസ് ടു ഡു ദാറ്റ്, അല്ലേ? ഇറ്റ് മേ ബി എ വേഴ്സ് ജോബ്, സംബഡി ഹാസ് ടു ഡു ഇറ്റ്. അതാണ് അവിടുത്തെ റീസൺ. അപ്പോൾ റോബോട്ടിക്സും AI ഒക്കെ വരുമ്പോൾ we don't need any person to do anything to run the society. Things will be automated also. It can also run automated. Only ഒരു expertise level, wherever AI is less, human is less, there is only natural need for a person to work. Right. Otherwise human can do whatever they want. Humans are free, right? The society will run itself. It is producing material, it is producing food, it producing everything that human require. Even produce space, produce virtual environments, everything it will produce automatically, so we can just consume. Right. We don't need to be a producer. So ultimately I feel in that world the cost of goods will be drastically less, maybe zero, because things are getting produced without any effort. So the concept of money itself will go away. So it's more like we just live happily. But അത് പറയുമ്പോൾ I also feels a lot of how to process this and how to accept this is a very big concern for me also, because I personally been wired to do work, and I see a great joy in doing work, and that is also meaningful. Right. അല്ലാതെ സൊസൈറ്റിക്ക് ഒരു കാര്യമില്ലാത്തൊരു വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ഹാപ്പി ഇല്ല. ബട്ട് പീപ്പിൾ ഡസ് ദാറ്റ്, റൈറ്റ്? ഇപ്പോൾ നമ്മൾ നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് പണ്ട് നമ്മൾ കാട്ടിലൊക്കെ ജീവിക്കുന്ന സമയത്ത് വി ഡു എ ലോട്ട് ഓഫ് ഫിസിക്കൽ ഹെവി ലിഫ്റ്റിംഗ്. നൗ വി ഡോണ്ട് ഡു ദാറ്റ്. But for the sake of our body, we go to gym, we do the bodybuilding and everything, right? So tomorrow we don't need to do mental work also for the society. So എന്തെങ്കിലും ജിമ്മിലൊക്കെ പോയി നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും, കമ്പ്യൂട്ടറിൽ മേ ബി ഓൺ സം ലിറ്ററേച്ചർ ഓർ എനിത്തിങ്, ബട്ട് നോ പർപ്പസ്. അപ്പോൾ ഈ പർപ്പസ് അല്ലാത്ത ഒരു വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് സ്റ്റിൽ ഐ എം ആൾസോ ട്രൈങ് ടു ഫിഗർ ഔട്ട്. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ. ബട്ട് ഐ ഫീൽ വി വിൽ ഫിഗർ ഔട്ട്, റൈറ്റ്? സോ ദിസ് വിൽ ഹാപ്പൻ, ഒബ്വിയസ്ലി വിൽ ഫിഗർ ഔട്ട്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ലെറ്റ് us ബി വിത്ത് ദ ഫ്ലോ. ലോകത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, അത്തരത്തിലുള്ള ഇഷ്യൂ, വേസ്റ്റ് ഇഷ്യൂ, ഒബ്വിയസ്ലി അതെ, അതൊക്കെ ഒരു വല്ലാത്തൊരു ഇഷ്യൂ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ കോർപ്പറേറ്റ്സ് ആയാലും ജനറലി ഗവൺമെൻറ്റ്സ് ആണെങ്കിലും ജനങ്ങളാണെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ലിവിങ് പ്രൊമോട്ട് ചെയ്യുക, അതിനുള്ള പ്രാക്ടീസസ് ഒക്കെ കൊണ്ടുവരിക, ജീവിതത്തിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ കുറേ ഐഡിയാസും സ്റ്റാർട്ടപ്പുകളും കമ്പനികളൊക്കെ ആ മേഖലകളിൽ വരുന്നുണ്ട്. ഈ സസ്റ്റൈനബിലിറ്റി എന്നുള്ളൊരു ഫാക്ടർ ഈ ജെൻ റോബോട്ടിക്സിൻ്റെ പ്രൊഡക്റ്റുകളിലോ റോബോട്ട്സിലോ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അതോ അത് എങ്ങനെയാണ് അത് കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളത്? ആക്ച്വലി we are really inspired with the concept of people think about sustainability and climate change. അതൊക്കെ തിങ്ക് ചെയ്യേണ്ട ഒരു ഹൈ ടൈം തന്നെയാണ് പീപ്പിൾ ഡൂയിങ് ഇറ്റ്, ആൻഡ് വി ആർ ഓൾസോ കമ്മിറ്റഡ് അവർ സെൽഫ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്. ഞങ്ങളുടെ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ബെൻഡിക്കോട്ടിന് കുറേ വെർഷൻസ് ഉണ്ട്. അതിലൊരു വെർഷനാണ് ബെൻഡിക്കോട്ട് മിനി. ഇറ്റ്സ് എ വെരി സസ്റ്റൈനബിൾ മോഡൽ in the sense like it is powered by electricity. Most of the other products are being powered by diesel generator or other things is required. Right. Solar ആണ് മിനിയിൽ വരുന്നത്. മിനിയിൽ we are powered it with solar and electric battery. So this is our commitment to even shift this industry to a sustainable nature. And since already we are working on the segment of waste and waste processing and treatment and all that, this is also a contribution to sustainability aspect. And that is really needed, and we are also in possible whatever we can do, and as per the compliances and standard, even complaints വരുന്നതിന് മുമ്പ് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ ഒരു മേഖലയിലേക്ക് പോകാനുള്ളൊരു തന്നെയാണ് നമ്മളും തിങ്ക് ചെയ്യുന്നത്. ആൻഡ് ആൾസോ many government also take decisions based on this,
ആൻഡ് ഈ ഒരു അങ്ങനെയുള്ള ഡിസിഷൻ മേക്കിംഗ് വരുന്നതുകൊണ്ട് തന്നെ ഒബിയസ്ലി ഈവൻ ഇൻഡസ്ട്രി ആൾസോ നീഡ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേജ്. ദാറ്റ് ഇസ് നെസസറി. ഇപ്പോൾ ജോയ് എന്നുള്ള മൂപ്പരുടെ ഒരു റെസ്ക്യൂ മിഷനൊക്കെ ഗവൺമെൻറ് കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ തന്നെ ഈ ജനറേഷൻ 2 പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ പല കമ്പനിക്ക് ഫൗണ്ടേഴ്സ് പല കമ്പനിയിൽ പോയി വർക്ക് ചെയ്തു. പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു കോളിൽ നിന്നാണ് ബാൻഡിക്കൂട്ടിലേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് ഈ ജെൻ റോബോട്ടിക്സിനാണെങ്കിലും നിങ്ങളുടെ പ്രൊഡക്ട്സിനും റോബോട്ട്സിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ അതൊക്കെ എങ്ങനെയാണ്, അവരുടെ ഒരു നിലപാട് എന്തായിരുന്നു നിങ്ങൾ? ആക്ച്വലി സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ അത് ഏറ്റവും ആദ്യം സ്റ്റാർട്ടപ്പ് വില്ലേജ് കുറിച്ചിട്ട് പറയണം. സ്റ്റാർട്ടപ്പ് വില്ലേജ് എനിക്ക് തോന്നുന്നു ഒരു സെറ്റ് ഓഫ് പീപ്പിൾ ലൈക്ക് സഞ്ജയ് ആൻഡ് ആൾ ദാറ്റ് ദേ ആർ സ്റ്റാർട്ടഡ് ഇറ്റ്. ഒരുപാട് സ്റ്റോറി ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല അതിനെ കുറിച്ചിട്ട്. പക്ഷേ ദാറ്റ് ഈസ് ഐ തിങ്ക് വൺ ഓഫ് ദ മൈൽ സ്റ്റോൺ ഇവൻറ്റ് വിച്ച് ഈസ് ഹാപ്പൻഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. I won't say Kerala. From that Kerala Startup Mission came. And that is again better. But that is the initial seeding idea, right? And Kerala Startup Mission, the idea was the initial people who was handling Kerala Startup Mission, they are very free thinking. They really see the vision of, this is going to happen. I feel they are more visionary than, any of the people that I met in the journey. And that thought process is actually created a lot of opportunity for many startups in Kerala, and Kerala has become one of the best business friendly state at the moment, and also startup friendly state long back, and also a lot of series of awards they are getting, and we also been a living example for that. Kerala Startup Mission ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജെൻ റോബോട്ടിക്സ് വിൽ നോട്ട് ബി ദെയർ. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ബിക്കോസ് even the idea to become an entrepreneur itself for me, it is being seeded by Kerala Startup Mission. So അതിൽ കൂടുതൽ ഞാൻ എന്താ പറയുക, right? So I never even thought about I will become an entrepreneur in my life. I was always pursuing for a job, from a middle class family. I came from a middle class family, and അവിടെ ഒരു കമ്പനി തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇപ്പം ചിരിച്ചെന്താ വെച്ചാൽ ഇത് ആളുകൾക്ക് മനസ്സിലാവും. If they are also had a life like me in a middle class, കമ്പനി തുടങ്ങാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ക്രേസി ഫിയർഫുൾ ഐഡിയ ആണ്. ആൻഡ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആൻഡ് കേരള ഗവൺമെൻറ് and department people behind that, they made it made my thought process, we can do it, and rest the thing is like a history. I don't know what to say, and I feel I really want to thank everyone who's behind this idea, and it's really needed. I feel this give a lot of freedom to the people of Kerala in India, even the world also, to work on their ideas and really get a completely free independent options for changing the world. So that is really needed. ഇൻ്റർനാഷണലി സംസാരിക്കുമ്പോൾ ബോസ്റ്റൺ ഡൈനാമിക്സ് ഈ റോബോട്ടിക്സിലൊരു ബിഗ് നെയിമാണ്. അവരുടെ കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഈ ഡോഗ്സിൻ്റെ ഒക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര വൈറൽ സെൻസേഷനും കൂടിയാണ് ഒരു ടെക് വേൾഡിൽ. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇൻസ്പിറേഷൻ ആയിണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു റോബോട്ടിക് മേഖലയിൽ കറൻ്റ്ലി ഉള്ളൊരു ട്രെൻഡ് എങ്ങനെയാണ്? Currently at the moment, even I think Boston Dynamics also, they are a spin-off company kind of structure from MIT, as per our understanding, and the work which is happened in Boston Dynamics is having a long history. Long back they started all this, and I think in between somehow suddenly, I think because of the AI revolution take place, ChatGPT, everybody knows it's a revolution in that thought arena or the intellectual capability of AI arena. After that, maybe world is not aware, but what is happening in the industry is that how do we take this AI capability into physical world? Right now it is more situated in a interface, right, in a computer or mobile phone. How this capability can bring to the world by a physical body? That is what happening right now. So in US, as per my understanding, around 5-6 companies become a unicorn even before they started creating a product. And recently Boston is not coming into limelights because it's been acquired by Hyundai, again as per my understanding. And then recently the major talking is happening by again Elon Musk. He is disrupting this industry also by his Optimus humanoid concept as well. So what again Elon is also thinking, and he is already stated as well, this industry is going to be the biggest of all. Even the Tesla
car industry also this will be the thing. I also believe that. And even this humanoid industry will be bigger than the any type of industry or market that we are already seeing. Like mobile phone, Apple is one of the valuable company that all surpass with this new industry coming up. How and when, how people different, how it is positioned and everything, we need to see, how it will going to happen. But anyway, humanoid industry is going to be the next big market in the industry, specifically in human history. And that is the biggest trend which is happening in the currently in the robotic arena. We are also putting our effort to be a part of it. We are also ഹ്യൂമനൈറ്റ്സ് വരുന്നുണ്ട്. yes. So actually in our R&D we are working on GenBot. That is, as I mentioned, it's a universal machine for the difficult environment, extreme environment. That's how we are putting it. So wherever human life is in danger, generally we can send this equipment and do it. So it's have almost every human capability, but it's not a humanoid, it's a semi-humanoid concept. Right. Because we want, because again, when we take up the form of a humanoid, it's give us a lot of advantage to in terms of accessibility. Accessibility എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ക്രിയേറ്റ് ചെയ്ത വേൾഡ് ഹ്യൂമൻ ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലാണ്. അവിടെ വേറൊരു എക്യുപ്മെൻറ്റിന് ആക്സസിബിലിറ്റി കുറവാണ്. ഈവൻ ഒരു വെഹിക്കിൾ ആണെങ്കിലും അത് നമ്മൾ അതിൻ്റെ പാർക്കിങ്ങിൽ ഇട്ടിട്ടായിരിക്കും റെസ്റ്റ് ഓഫ് ദ ബിൽഡിംഗ് നമ്മൾ പോവുക. പക്ഷേ ഹ്യൂമന് വെഹിക്കിൾ ആക്സസ് ചെയ്യാം, വെഹിക്കിളിൽ നിന്ന് ഇറങ്ങി ബിൽഡിംഗ് ആക്സസ് ചെയ്യാം, ഈ ആക്സസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഇത് വേറൊരു മെഷീന് പറ്റില്ല. അവിടെയാണ് ഹ്യൂമനോയിഡിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്. ഹ്യൂമനോയിഡ് ആ ഫോം ഈസ് ഗിവിങ് ആക്സസിബിലിറ്റി. പക്ഷേ ആ ഫോമിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോം വെച്ച് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ലിമിറ്റഡ് ആണ്. ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ വലിപ്പം, സൈസ് ഈസ് ലിമിറ്റഡ്. ഇതൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ലിമിറ്റഡ് ആവുന്നുണ്ട് ഈ ഒരു ഫോം വരുമ്പോൾ. അപ്പോൾ ആ ഫോം ചേഞ്ച് ചെയ്താലാണ് ഇപ്പോൾ വി ക്യാൻ ഡു എ ഹെവി ലിഫ്റ്റിംഗ് ആൻഡ് ബിഗർ എക്യുപ്മെൻറ്റ് ഹാൻഡ്ലിംഗ് ഒക്കെ ആ ഫോം ചേഞ്ച് ചെയ്യണം. അല്ലാതെയൊക്കെ ഈ ഒരു ഫോം വെച്ച് നമുക്ക് ആക്സസിബിലിറ്റി കിട്ടും ഹ്യൂമനോട് ആ പെർട്ടിക്കുലർ ഫോമിൽ. ഇപ്പോൾ നമ്മൾ ഈ ഡോറിൻ്റെ സൈസിനേക്കാളും വലിയതായിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണെങ്കിൽ ഡോർ പാസ് ചെയ്ത് പോകാൻ പറ്റില്ല. സോ ഡോർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ പാസ് ചെയ്ത് പോകാനായതുകൊണ്ട് every door will at least give us the opportunity to pass a human being. So our humanoid form will get that capability. അപ്പോൾ ജെൻബോട്ട് എന്ന് പറഞ്ഞാൽ ഹ്യൂമനോയിഡ് ഫോമിൽ തന്നെ ആണെങ്കിലും സെമി ഹ്യൂമനോയിഡ് ഫോമിലാണ്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ചെറിയ ഇനീഷ്യൽ പ്രോബ്ലംസ് അതിനുണ്ടാവാം. പക്ഷേ അഗെയിൻ അതിനൊരു കാറ്റർപില്ലർ ട്രാക്ക് വരുമ്പോൾ ചില സമയത്ത് സ്റ്റെപ്പുകളും ഹാൻഡിൽ ചെയ്യാം അതിന്. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന മറ്റൊരു പ്രൊജക്റ്റാണ് GBot എന്ന് പറഞ്ഞിട്ടുള്ള വേറെ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിൻ്റെ പേരുകളും കാര്യങ്ങളൊന്നും ഫുള്ളി ഫൈനലൈസ്ഡ് ഒന്നുമല്ല, ഇറ്റ് മേ ചേഞ്ച് ഓൾസോ. ആ പ്രൊജക്റ്റ് ഒരു ഹ്യൂമനോയിഡ് പ്രൊജക്റ്റാണ്, bipedal walking project. At the moment again we does not really understand how the humanoid market will get into a value proposition at the moment. A lot of people are doing it for reception, handling, simple communication, maybe teaching, but അതൊന്നും ഒരു ഫുൾ പൊട്ടൻഷ്യൽ ആയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് തിങ്കിങ്. ബട്ട് ദർ വിൽ ബി എ വാല്യൂ ഫോർ ദിസ് ഹ്യൂമനോയിഡ് ആൻഡ് വേർ ഇറ്റ് ഈസ് ഗോയിങ് ടു സീ ദാറ്റ് വി സ്റ്റിൽ നീഡ് ടു ഐഡൻറ്റിഫൈ. ബട്ട് വി ആർ പുട്ടിങ് എഫേർട്ട് ഓൺ ഡെവലപ്പിംഗ് ദ എക്യുപ്മെൻറ്റ്. GBot, our team is working on it. അതൊരു ഫ്യൂച്ചർ സാധനമാണ്. ആൻഡ് വി ആൾസോ തിങ്ക് ദാറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗർ വാല്യൂ ഇൻ ദാറ്റ് ഇൻഡസ്ട്രി. സോ വി ആർ ഓൾസോ പുട്ടിങ് അവർ എഫേർട്ട് ടു ബി ദർ. കറൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളൊരു പെർസെപ്ഷനും ഐഡിയാസൊക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രി കൂടെയാണ് ഈ റോബോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ റോബോട്ടിക്സ് ഇൻഡസ്ട്രിയിൽ പുതിയ ഐഡിയാസ് ആയിട്ട് അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് ആയിട്ട് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഒക്കെ ആയിട്ട് വരുന്ന യങ്ങർ ജനറേഷൻ അല്ലെങ്കിൽ അല്ലാത്ത ജനറേഷനും അതിൽ പുതിയ ഐഡിയകളായിട്ട് വരുന്ന എല്ലാവർക്കും ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ വിമലിന് എന്താണ് അവരോട് പറയാനുള്ളത്? ഓ മൈ ഗോഡ്, ദാറ്റ്സ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഐ ഫീൽ. സോ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് പറയുമ്പോൾ അത് കുറേ കൂടി ജനറൽ ആയിട്ടാണ് പറയുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് ഇറ്റ് ഓൺലി ഫോർ റോബോട്ടിക്സ് ഓർ actually there are a lot of opportunities in the technology, and AI and humanoid robotics are very good opportunity. My point is that do not bet for already bigger people with bigger money bet ചെയ്യുന്നതിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നമ്മളും അതേമാതിരി ബെറ്റ് ചെയ്യാതിരിക്കുക. ബിക്കോസ് if people have resources, logically they can do better. Right. Try to see your niche, what niche area that you can, using your technology in a little tweaking or something, how you can be a master in a niche. ആ ഒരു niche area identify ചെയ്യുക, rather than generally coming up with an idea and betting on the general market. Just find out the niche and become the best at it and then scale it. Right. And if at one point of time
if it makes sense to you to scale to the general thing also, you do it. But initially do not do the heavy lifting, just focus on the clear and value proposition ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിൽ ബെറ്റ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇതാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. നമ്മുടെ റിസോഴ്സ് അനുസരിച്ച് പറ്റും. ഇപ്പോൾ എലോൺ മസ്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ റിയലി വാണ്ട് ടു ഡു ഇറ്റ് ഓൾസോ. പക്ഷേ I don't have the resources, so it doesn't mean that I will not do it. Rather, I just want to logically assess when I can do it. ആ ഒരു പോലെ. ജെൻ റോബോട്ടിക്സിൻ്റെ ജേർണിയും സ്റ്റോറിയും ഞങ്ങളോട് ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. Thank you. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. Thank you very much. Okay.